ഹലോ, എല്ലാവർക്കും മണി ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സംരംഭമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. ഇന്നത്തെ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞു വന്ന ബിസിനസ് സംരംഭം മറ്റൊന്നുമല്ല, എന്ന വൻകിട കുത്തകകളൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പോലും ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. എന്നാൽ അധികം ആളുകൾ ആരും ഈ മേഖലയിലേക്ക് കൈ കടത്തിയിട്ടില്ല. ഇന്നും വലിയ വലിയ കമ്പനികൾ മാത്രം കൈവശം വെച്ച് അല്ലെങ്കിൽ അവർ മാത്രം പ്രൊഡ്യൂസ് ചെയ്തു പോരുന്ന ഒരു ബിസിനസ് സംരംഭമാണ് എന്ന് നമ്മൾ പറയുന്ന മറ്റൊന്നുമല്ല, മിനറൽ വാട്ടറിൻ്റെ വിൽപ്പനയാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ സംസ്ഥാനത്ത് നഗരപ്രദേശങ്ങളിൽ ഒഴികെ മറ്റൊരിടത്തും കാര്യമായ രീതിയിൽ മിനറൽ വാട്ടറിൻ്റെ വിൽപ്പന അങ്ങനെ ഇല്ല. ശരിയല്ലേ? കുപ്പിവെള്ളങ്ങൾ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ അതിൻ്റെ സപ്ലൈ ചെയ്യുന്നതൊക്കെ വൻകിട കമ്പനികളാണ്. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് മിനറൽ വാട്ടർ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിപണനം ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ചില പെർമിഷൻസും ആവശ്യമാണ്. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നതിനൊക്കെ നമുക്ക് പെർമിഷൻസ് ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങളിത് ഇട്ടെറിഞ്ഞു പോയില്ല. കാരണം ഇതിൽ ലാഭം അതുപോലാണ്. കുടിവെള്ളം ഇഷ്ടം പോലെ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. നന്നായിട്ട് വൃത്തിയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മിനറൽ വാട്ടർ പാക്ക് ചെയ്ത് അത് ബോട്ടിലുകളിലാക്കാം. നിങ്ങൾക്ക് 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ, അല്ലെങ്കിൽ 200 ml അല്ലെങ്കിൽ 1/2 ലിറ്ററിൻ്റെ, അതും അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ ബോട്ടിലുകളിലാക്കി നിങ്ങൾക്ക് കടകളിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. അതിലുപരി 20 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട്, വലിയ ക്യാനുകളുണ്ട്. 5 ലിറ്റർ 20 ലിറ്റർ ക്യാനുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് ഷോപ്പുകളിൽ വെക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓഫീസുകൾ, അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങൾ, അവിടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഓർഡർ എടുത്ത് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. അധികം ആളുകളാരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചിന്തിക്കാത്തൊരു മേഖലയാണിത്. നിങ്ങൾക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും. ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നഷ്ടം നമുക്കൊരിക്കലും വരത്തില്ല എന്നുള്ളതാണ്. ഇതിൽ നഷ്ടം നമുക്കില്ല. കാരണം വെള്ളം ഒരിക്കലും ചീത്തയാകുന്നില്ല. അല്ലെങ്കിൽ ഈ വെള്ളത്തിന് കുറച്ച് ഷെൽഫ് ലൈഫ് ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നാണ്, ഹെൽത്ത് റിസ്ക്കാണ്. എപ്പോഴും നമ്മൾ ശുദ്ധമായ വെള്ളം നമ്മൾ അൾട്രാവയലറ്റ് ട്രീറ്റഡൊക്കെ ചെയ്തിട്ട് മിനറൽ വാട്ടറായിട്ട് തന്നെ നമ്മൾ വിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളപ്പോൾ ഇത് ഹെൽത്ത് ആൻഡ് ഹൈജീനിക് കണ്ടീഷനിൽ വേണം നമുക്കിത് ഉൽപ്പാദിപ്പിക്കാനും അവയുടെ വിപണനമൊക്കെ നടത്താനായിട്ടും വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. നമുക്കിപ്പം മാർക്കറ്റ് ഇല്ല എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ഇതിന് മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഓഫീസുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ, ഇനി അതുമല്ലെങ്കിൽ വീടുകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ വെള്ളം വിപണനം നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അവിടെയൊക്കെ 20 ലിറ്ററിൻ്റെ ക്യാനുകളൊക്കെ നിങ്ങൾക്ക് വിപണനം നടത്താനായിട്ട് സാധിക്കും. അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ 5 ലിറ്ററിൻ്റെ ക്യാനുകൾ, അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ, 2.5 ലിറ്ററിൻ്റെ, 200 ml, 500 ml ഒക്കെ ചെറിയ ചെറിയ ബോട്ടിലുകളൊക്കെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വിൽക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനിക് കണ്ടീഷനിൽ വേണം നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനായിട്ടും വേണ്ടത്. അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അധികം കോമ്പറ്റീറ്റർമാരും ഇന്ന് ഈ ഫീൽഡിലില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് മേഖലയാണ്. മിക്കയിടത്തും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. എല്ലാ ജില്ലയിലും നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ? ഇതിൽ നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണിത്. ഒരിക്കൽ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആൾക്കാരും ഇന്ന് വരെ ഇത് നിർത്തിപ്പോയ ചരിത്രമില്ല. കാരണം ഇതിൽ നഷ്ടം സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം. പിന്നെ റിസ്ക് അധികമില്ല. നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, അത് കൃത്യമായി ചെയ്യുക, നിയമം പാലിച്ച് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല വരുമാനം നിങ്ങൾക്ക് ലഭ്യമാകും. അതിന് യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. മിനറൽ വാട്ടറിൻ്റെ ഒരു കമ്പനി അല്ലെങ്കിൽ മിനറൽ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി വേണമെങ്കിൽ അങ്ങനെ ഏജൻസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ വിൽക്കാൻ സാധിക്കും. അപ്പം ഇത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലും മറ്റൊരു ബിസിനസ് സംരംഭവുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അപ്പം വീണ്ടും കാണാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.